റോഷൻ തുടർന്നു. കടലിന്റെയും മരണത്തിന്റെയും പിടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ മനുഷ്യൻ ഒടുവിൽ ചെന്നുചേർന്നത് തോൺമിയർ എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലായിരുന്നു. കാരുണ്യത്തിന്റെ ഉറവ വറ്റാത്ത നിഷ്കളങ്കരായ മനുഷ്യരുടെ നാട്. പേരും ഊരുമില്ലാതെ അവശനായി എത്തിയ അവനെ അവർ സംശയത്തോടെയല്ല നോക്കിയത്, മറിച്ച് തങ്ങളിൽ ഒരാളായി, ഒരു സഹോദരനായി അവർ അവനെ നെഞ്ചോട് ചേർത്തു. അവർ അവനൊരു പേരിട്ടു, തമൻ. ഭയമില്ലാതെ ഉറങ്ങാനും വിശപ്പില്ലാതെ ഉണരാനും തമൻ പഠിച്ചു. അവനവിടെ സ്നേഹിക്കാൻ ഒരു കുടുംബവും വിശ്വസിക്കാൻ കുറെ നല്ല സുഹൃത്തുക്കളുമുണ്ടായി. സമാധാനത്തിന്റെ ആ നാളുകളിൽ രാത്രിയിലെ തീക്കുണ്ടത്തിനു ചുറ്റുമിരുന്ന് തമൻ തന്റെ പഴയകാലത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഡോൺവെയിലിലെ ഇരുണ്ട വനങ്ങളെക്കുറിച്ചും ക്രൂരനായ രാജാവിനെക്കുറിച്ചും ആരും കണ്ടിട്ടില്ലാത്ത സമ്പത്തിന്റെ കലവറയായ വെൽമോറയെക്കുറിച്ചും അവൻ വർണ്ണിച്ചു. ചിലരതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കി ചിരിച്ചു. എന്നാൽ മറ്റു ചിലർ അവന്റെ വാക്കുകളിലെ വിറയലും കണ്ണുകളിലെ സത്യവും തിരിച്ചറിഞ്ഞ് അത് വിശ്വസിച്ചു. പക്ഷെ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. വിധി വീണ്ടും വില്ലനായി അവതരിച്ചു. തോൺമിയറിനുമേൽ ശാപം പോലെ ഒരു കൊടിയ വരൾച്ച വന്നെത്തി. പച്ചവിരിച്ച വയലുകൾ കരിഞ്ഞുണങ്ങി, കിണറുകൾ പാതാളം വരെ വറ്റിവരണ്ടു. സമൃദ്ധമായിരുന്ന ഗ്രാമം പട്ടിണിയുടെ പിടിയിലായി. മരണത്തെ മുന്നിൽ കണ്ട ആ നിമിഷം തമന്റെ സുഹൃത്തുക്കൾ അവനെ സമീപിച്ചു. പ്രതീക്ഷയറ്റ ശബ്ദത്തിൽ അവർ പറഞ്ഞു, സുഹൃത്തുക്കളുടെ ശബ്ദം, തമൻ, നീ പറഞ്ഞ ആ നിധി, അത് സത്യമാണെങ്കിൽ ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഇനി അതല്ലാതെ വേറെ വഴിയില്ല. ആദ്യം തമൻ ഭയന്നു വിറച്ചു. താൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട ആ നരകത്തിലേക്ക് വീണ്ടും തിരിച്ചുപോവുകയോ? ആ ഭീകരയാത്രയുടെ ഓർമ്മകൾ പോലും അവനെ നടുക്കി. അവനത് ശക്തമായി എതിർത്തു. എന്നാൽ ചുറ്റുമുള്ള പിഞ്ചുകുഞ്ഞുങ്ങളുടെ കരച്ചിലും പട്ടിണി കിടന്ന് എല്ലുന്തിയ തന്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളും അവന്റെ മനം മാറ്റി. സ്വന്തം ഭയത്തേക്കാൾ വലുതാണ് അവരുടെ ജീവൻ എന്നവൻ തിരിച്ചറിഞ്ഞു. ഒടുവിൽ വലിയൊരു ലക്ഷ്യത്തിനായി അവൻ തീരുമാനമെടുത്തു. ഗ്രാമത്തിന്റെ പ്രതീക്ഷകൾ തോളിലേറ്റി തമനും അവന്റെ ധൈര്യശാലികളായ കൂട്ടുകാരും വെൽമോറയിലെ നിധി തേടി യാത്ര തിരിച്ചു. അതൊരു സാധാരണ യാത്രയായിരുന്നില്ല. മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ ഉള്ള ഒരു ചൂതാട്ടമായിരുന്നു. യാത്രയുടെ ആലസ്യങ്ങൾക്കൊടുവിൽ തമനും കൂട്ടുകാരും ഒടുവിൽ ആ ദ്വീപിൽ എത്തിച്ചേർന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിരുന്നു. എങ്കിലും താൻ മുമ്പ് ഒറ്റപ്പെട്ടുപോയ അതേ മണ്ണാണിതെന്ന് തമൻ ഉറപ്പായിരുന്നു. ദ്വീപിലെ ഓരോ നിമിഷവും ഭയം തളം കെട്ടിനിന്നു. തകർന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി അവർ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങി. എന്നാൽ ആ ദ്വീപ് അതിന്റെ പേടിപ്പെടുത്തുന്ന രഹസ്യങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചിരുന്നു. അവർ കപ്പൽ തകർന്നു വീണ ഭാഗത്തേക്ക് അടുക്കുന്തോറും കാടിന്റെ ഓരോ കോണിൽ നിന്നും ഭീകരമായ ശബ്ദങ്ങൾ ഉയർന്നു. രാജാവായ അലാറിക് ഡസ്ക്വെയിന്റെ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ പെരുകിയ അതിഭീകരമായ ജീവികൾ. കണ്ണുകൾക്ക് പകരം തീജ്വാലകൾ ജ്വലിക്കുന്ന, ഇരുട്ടിന്റെ നിറമുള്ള കൂർത്ത പല്ലുകളും നഖങ്ങളുമുള്ള വലിയ കറുത്ത ചിറകുകളുള്ള ആ സത്വങ്ങൾ മരണത്തിന്റെ ദൂതന്മാരെപ്പോലെ അവരെ വളഞ്ഞു. തമന്റെ കൂട്ടുകാർക്ക് ചെറുത്തുനിൽക്കാൻ പോലും സമയം ലഭിച്ചില്ല. മൃഗീയമായ ആ ആക്രമണത്തിൽ അവർ ചിതറിപ്പോയി. ഭയന്നു നിലവിളിച്ചോടിയവർ ആഴമില്ലാത്ത ചതുപ്പുകളിലകപ്പെട്ട് നിലവിളി പോലും പുറത്തുവരാതെ അപ്രത്യക്ഷരായി. ആ ദ്വീപിന്റെ ഭീകരതയിൽ തമന്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങി. അവരുടെ നിലവിളികൾ ആ വനത്തിന്റെ നിശബ്ദതയിൽ അലിഞ്ഞുചേർന്നു. ആ കൂട്ടക്കൊലക്കിടയിൽ വിധി വീണ്ടും ഒരു കൊടുങ്കാറ്റായി ആഞ്ഞുവീശി. ആകാശം ഇടിവെട്ടുകളാൽ പിളർന്നു. കടൽ കലിതുള്ളി. ഭയത്തിന്റെ പാരമ്യത്തിൽ തമൻ പിന്തിരിഞ്ഞോടി. കയ്യിലുണ്ടായിരുന്നവരെല്ലാം നഷ്ടപ്പെട്ട അവൻ എങ്ങനെയൊക്കെയോ വീണ്ടും ആ ഭീകരദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു. ജീവനും കൊണ്ടുള്ള ആ ഓട്ടത്തിനൊടുവിൽ അവൻ തിരികെ തോൺമിയറിലെത്തി. സംഭവിച്ച ദുരന്തങ്ങളെല്ലാം തണുത്തുവിറച്ച ശരീരത്തോടെ അവൻ ഗ്രാമീണരോട് പറഞ്ഞു. കൂട്ടുകാരുടെ ദാരുണമായ അന്ത്യം വിവരിച്ച് അവൻ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, ആരും ഇനി ആ ദ്വീപിലേക്ക് പോകരുത്. കാലം കടന്നുപോയി. ഗ്രാമത്തിലെ പട്ടിണി മാറി. ജീവിതം സാധാരണ നിലയിലായി. തമൻ പിന്നീട് ഒരിക്കലും ആ നിധി തേടിപ്പോയില്ല. എന്നാൽ അവൻ പറഞ്ഞ കഥ എല്ലാവർക്കും പൂർണ്ണമായി വിശ്വസിക്കാനായില്ല. ആ നിധിയിലുള്ള ആർത്തി കാരണം തോൺമിയറിലുള്ളവരും മറ്റ് ഗ്രാമങ്ങളിലുള്ളവരും പലപ്പോഴായി ആ ദ്വീപിലേക്ക് യാത്രയായി. പക്ഷേ പോയവരാരും പിന്നീട് തിരിച്ചു വന്നില്ല. അങ്ങനെ ആ നിഗൂഢമായ ദ്വീപിന് ഒരു പേര് വീണു, മരണദ്വീപ്, ഐലൻഡ് ഓഫ് ഡെത്ത്. ഇന്നും ആ നിധി ആർക്കും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റോഷൻ കഥ അവസാനിപ്പിച്ചു. അവൻ ജോസഫിനെ നോക്കി. റോഷൻ, ഇതാണ് കഥ. പോരേപ്പാ, പോയി ഉറങ്ങിക്കോ. ഞാനും കിടക്കാൻ പോകുകയാണ്. നാളെ രാവിലെ ഓഫീസിൽ പോകാനുള്ളതാ. നല്ല ക്ഷീണം. ജോസഫ് അനങ്ങാതെ റോഷന്റെ മുഖത്തേക്ക് കുറച്ചുനേരം നോക്കി. അവന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ മുഴങ്ങി. പക്ഷേ ജോസഫ് മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പതുക്കെ കണ്ണുകളടച്ച് എന്തോ ആഴത്തിൽ ചിന്തിക്കുന്നതുപോലെ കാണപ്പെട്ടു.